അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃപ്തി നൽകുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് തൃപ്തിയോടുകൂടെ അവന്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയും. യേശുവിൻ്റെ കൂടെ പുരുഷാരം കടന്നു വരുമ്പോൾ 3 ദിവസമായി അവർ ക്ഷീണിതരായി. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ, ആ സ്വർഗീയ സന്ദേശമൊക്കെ കേട്ട് അവർ കർത്താവിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അവർ ക്ഷീണിതരായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശു കർത്താവ് അവർക്ക് ആത്മീയമായ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു യേശു. അപ്പോഴാണ് അവരുടെ ശരീരത്തിന്റെ ക്ഷീണത്തെ തിരിച്ചറിഞ്ഞ യേശു അവർക്ക് അപ്പമെടുത്ത് ഞുറുക്കി പന്തികളിൽ ഇരുത്തി 5000 പേരെ അവർക്ക് തൃപ്തി വരുത്തുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ സകലതും നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തു തരുമെന്ന് യേശു പറഞ്ഞു. 3 ദിവസമായി പുരുഷാരത്തെ കർത്താവ് പരിപാലിച്ചെങ്കിൽ അവന്റെ വചനം കേട്ട് അവന്റെ പാതയെ പിന്തുടരുവാൻ ആര് തയ്യാറായോ അവരുടെ ആത്മീയ കാര്യം മാത്രമല്ല, അവരുടെ ഭൗതിക കാര്യങ്ങളും അവരുടെ ജീവനകാര്യങ്ങളെല്ലാം നോക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് യേശുവിന് മനസ്സരിഞ്ഞു. കാരണം യേശു ആരാ? മനസ്സരിയുന്ന കർത്താവാണ്. ലാസർ മരിച്ച് അടക്കം ചെയ്തു 4 ദിവസം ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ ലാസറിന്റെ സഹോദരിമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഗുരു, അങ്ങ് വന്നായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ യേശു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരോട് കൂടെ കരഞ്ഞ കർത്താവ് അവരോട് പറയുകയാണ്, വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളും ദൈവത്തിന്റെ മഹത്വം കാണും. ജീവിതത്തിൽ തൃപ്തി വരണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് വർധനമുണ്ടാകണം. നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ മരിച്ചു കിടന്ന ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന യേശു ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് ആ ലാസറിന്റെ സഹോദരിമാരായ മാർത്തായ്ക്കും മറിയത്തിനും ഇല്ലായിരുന്നു. കുഴിമാടത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ആളുകളെല്ലാം ചുറ്റും കൂടിയിരുന്നു. അവരോടുകൂടെ കരയുന്ന സഹോദരിമാരോടുകൂടെ കരയുന്ന യേശുവിനെ കാണാൻ കഴിഞ്ഞത്. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഉരുട്ടിവെച്ച കല്ല് നിങ്ങളൊന്ന് എടുത്തു മാറ്റാമോ? ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്താ? നമ്മൾ കൊണ്ടുവച്ച ചില പ്രശ്നങ്ങൾ, അത് നമ്മളൊന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. യേശു പറയുകയാണ്, നിങ്ങൾ ആ കല്ല് ഉരുട്ടി മാറ്റിയപ്പോൾ യേശു ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ലാസറേ പുറത്തു വരിക. പ്രിയമുള്ളവരെ, മനുഷ്യർ കെട്ടിവെച്ചതും മനുഷ്യർ ഉരുട്ടിവെച്ചതുമായത് മനുഷ്യരെ കൊണ്ട് തന്നെ അഴിപ്പിക്കുന്നതും മാറ്റിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഞാൻ ചെയ്താൽ യേശു ചെയ്യേണ്ട പ്രവൃത്തി അവൻ ചെയ്യും. അപ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാകും. എല്ലാം യേശു ചെയ്യട്ടെ, എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ യേശു കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അത്ഭുതമായി ചെയ്യാൻ തുടങ്ങും. നമ്മളൊരു രോഗം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുള്ളൂ. രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ രോഗത്തിന് നമ്മുടെ മേലേക്ക് കടന്നു വരാൻ കഴിയാതെ പോകും. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ ആ സ്നേഹം അറിയാതെയാണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ രോഗം വന്നു കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ സ്നേഹം അറിയാൻ ഇടവരുന്നത്. എങ്ങനെ?
ഈ രോഗം സൗഖ്യപ്പെടുത്തുന്നവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള അറിവാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തൃപ്തി നൽകുന്ന ദൈവത്തിൻ്റെ കൂടെ ഞാനൊരു തൃപ്തനായി ജീവിക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ എനിക്കുള്ളതും അവൻ പറയുന്നതും അതേപോലെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ വാക്കെൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത്, യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ നീ വലത്തുവശത്ത് വലയിറക്കാൻ പറഞ്ഞപ്പോൾ വല ഇറക്കിയ പാടെ വല നിറച്ചു മത്സ്യം കിട്ടി. അവർക്ക് തൃപ്തി വന്നു. ഇതുപോലെ നമ്മളെ നിറച്ചു തരുന്നൊരു കർത്താവ്, പ്രാർത്ഥിക്കുമെങ്കിൽ ആത്മാവിനെ നിറച്ചു തരും. നമ്മൾക്ക് ആത്മീയ സംതൃപ്തി നമ്മുടെ ഉള്ളിൽ തന്ന് കർത്താവിന് വേണ്ടി നമുക്ക് വേല ചെയ്യുവാനും ആരാധിക്കാനും കഴിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ സ്വർഗീയ കരം വയ്ക്കണം. ഈ വചനം ഞങ്ങളുടെ അകത്ത് വെളിപ്പെടണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് തൃപ്തിയോടെ ജീവിക്കാനുള്ള ശക്തി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.